ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ നമുക്ക് നിഫ്റ്റിയിൽ ആദ്യമായി എങ്ങനെയാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞത് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച 25,343 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഒരു 56 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പോടുകൂടി ഓപ്പൺ ആയത് 25,406 എന്ന ലെവലിലായിരുന്നു. അപ്പോൾ പതിവ് പോലെ തന്നെ അവിടെ ഒരു ചെറിയ സെല്ലിംഗ് വന്നു. നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോൾ ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ ഈ ലെവലിന് മുകളിൽ ഒരു ക്യാൻഡിൽ കടക്കുകയോ അതിനുശേഷം ഒരു റിവേഴ്സ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്തേക്കാം എന്ന് പറഞ്ഞിരുന്നത്. അത്തരത്തിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇവിടെ നൽകിയതിനു ശേഷം പ്രൈസ് ഡിക്ലൈൻ വന്നു. ഇവിടെ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോൾ ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്തപ്പോൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തു. ഡേയ്സ് ലോ അതല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമായിരുന്നു. എന്നാൽ അത് കടന്ന് മുകളിലോട്ട് കയറുമ്പോൾ തീർച്ചയായും ലഭിക്കാവുന്ന ഒരു ടാർഗറ്റാണ് ഹിസ്റ്റോറിക്കൽ ഹൈ. ആ ലെവൽ ബ്രേക്ക് ചെയ്തു അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. വീണ്ടും അടുത്ത ഒരു ഡിക്ലൈൻ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ഇവിടെ എവിടെയും പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകാതെ പ്രൈസ് പതിയെ വളരെ സ്ലോ ആയി ഡിക്ലൈൻ ആയി പോരുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ ഈ ലെവൽ. ഈ തരത്തിൽ പ്രൈസ് ഒരു ടാർഗറ്റ് എത്തിയതിനു ശേഷം വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ റേഞ്ച് ഉണ്ട് എങ്കിൽ, കിട്ടേണ്ട ലെവല് ഒരു റേഞ്ച് ഉണ്ട് എങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. ആ തരത്തിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയവർക്ക് സാമാന്യം അല്പം നേരം എടുത്തെങ്കിൽ പോലും, സമയം വളരെ ലേറ്റ് ആയെങ്കിൽ പോലും സാമാന്യം നല്ല ടാർഗറ്റ് ലഭിച്ചു. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവലിലേക്ക് കൃത്യമായും പ്രൈസ് ഇറങ്ങി വന്നിരുന്നു. അതിനുശേഷം ഇവിടെ നിന്നും വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ പുതിയ ഉയരം രേഖപ്പെടുത്താതെ പ്രൈസ് വീണ്ടും അല്പം കൂടി ഡൗൺ ആയി ക്ലോസ് ആവുകയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ശ്രമകരമായിരുന്നു എങ്കിലും പ്രൈസ് മൂവ് ചെയ്തുകൊണ്ട് 100-ലധികം 110 പോയിന്റിൽ താഴെ മാത്രമാണ് ഇന്ന് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുള്ളത്. എന്നാലും വളരെ വ്യക്തമായി ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് ട്രേഡബിൾ ആയിരുന്നു ലെവലുകൾ എന്ന് വേണം പറയാൻ. അങ്ങനെയാണ് മനസ്സിലാക്കാനും. ഓക്കെ, അപ്പോൾ ഇന്ന് നൽകിയ മൂവ്മെന്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിച്ച് നോക്കാം. 25,373 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഉയരം തന്നെയാണ്. അതിനു മുകളിൽ കിടക്കുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകൾ ഇവിടെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയവ തന്നെയാണ്. നിങ്ങൾ അവ രേഖപ്പെടുത്തുന്നതാണ്. സ്ഥിരം നമ്മളുടെ ചാനൽ കാണുകയും ലെവലുകൾ രേഖപ്പെടുത്താറുള്ളവർ ഈ ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 25,446, ഈ 25,444 എന്ന ലെവലായിരുന്നു നമ്മളുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഹിസ്റ്റോറിക്കൽ ഹൈ. അത് ബ്രേക്ക് ചെയ്ത് കയറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലെവൽ കൃത്യമായും ആദ്യം നാളെ കിട്ടിയേക്കാവുന്ന റെസിസ്റ്റൻസ് ആയിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 25,488, 519, 551 എന്നിങ്ങനെയുള്ള ലെവലുകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് തീർച്ചയായും ഇന്നത്തെ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുകയും ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് കിടക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് പ്രൈസ് അപ്വേർഡ് പോകുമെന്നും ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് നമ്മളുടെ പതിവ് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകും എന്ന് കരുതുന്നു. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്യുകയാണ്, പ്രധാന സപ്പോർട്ടിന് താഴെ ക്ലോസ് ചെയ്യുക എന്നാണെങ്കിൽ പോലും ഈ ലെവലിന് താഴോട്ട് 25,330 എന്ന ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇൻഡെക്സ് അല്പം വീക്കാണോ എന്ന് സന്ദേഹിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്താൻ തോന്നുകയുള്ളൂ. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടാവുന്ന ഒരു അപ്പ് മൂവിൽ
ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഈ ലെവലിന് താഴോട്ടൊക്കെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അല്പം കൂടി ഡൗൺ വന്നേക്കാം, ഇൻഡെക്സ് വീക്ക് ആയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 25,244, 198, 131, 25,022 എന്നിങ്ങനെയുള്ള ലെവലുകൾ. അപ്പോൾ 25,022 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായിട്ടാണ് കണക്കാക്കുന്നത്. അതിന് താഴോട്ടും ലെവലുകൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവ നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. ഓക്കെ, അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നാളേക്കുള്ള നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 52,107 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ ഉയരമായ 52,209 എന്ന ലെവൽ ആദ്യത്തെ റെസിസ്റ്റൻസ് ആയും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോഴും ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്പോഴും ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോഴും ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലാണ് 5 മിനിറ്റ് മുകളിലായിട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്പോഴും സഞ്ചരിച്ചേക്കാമെന്നാണ് പ്രതീക്ഷിക്കുക. പിന്നീട് പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റുകളാണ് 52,343, 52,509 എന്ന ലെവലുകൾ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ് മൂവിൽ പ്രൈസ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ ചെയ്യാതെ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു. ഈ ലെവലിന് താഴെയൊക്കെ വന്ന് ക്ലോസ് ആയാൽ 52,000 താഴെയെല്ലാം ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയാൽ ഇൻഡെക്സ് അല്പം വീക്ക് ആയേക്കാം, സെല്ലിംഗ് പ്രഷർ ഉണ്ടായേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടാവുന്ന ടാർഗറ്റുകളാണ് 51,921, 816, 642, 514, 425 എന്നിവ നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. 425, 54,080 എന്നിങ്ങനെ 51,257, 54,080 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് 51,257 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയിലെ നാളേക്കുള്ള ലെവലുകൾ. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 82,939 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവലായി ഞാൻ സെൻസെക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 83,423 എന്ന ലെവൽ തന്നെയാണ് ആദ്യം പ്രധാന റെസിസ്റ്റൻസ് ലെവലായി ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിനിടയിൽ ചില മൈനർ റെസിസ്റ്റൻസ് ലെവലുകൾ കൂടി ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ 83,110, 186, 83,281 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. എന്നാൽ ഈ ലെവലിന് 83,110 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയാൽ പോലും ടാർഗറ്റ് ഒന്ന് ബുക്ക് ചെയ്ത് വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന ഒരു സിംറ്റമാണ് കാണിക്കുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും പ്രധാന സ്റ്റോപ്പ് ലോസ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിലോട്ട്, അതായത് ഇന്നത്തെ ഡേയ്സ് ഹൈക്ക് മുകളിലോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ 83,281, 83,423 എന്നീ ടാർഗറ്റുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും എന്നർത്ഥം. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് പ്രധാനമായും ഈ ലെവലിന് താഴെയാണെങ്കിൽ പോലും
82,832 എന്ന ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം പ്രൈസ് അല്പം കൂടി വീക്കാണ് എന്നാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടാവുന്ന ഒരു അപ്മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് 82,776 എന്ന ലെവലിന് താഴോട്ടൊക്കെ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ 82,636, 507, 366, 82,197, 81,984, 81,765 എന്ന ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. അപ്പോൾ സെൻസെക്സിലെ ലെവലുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും, നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനിത് വ്യക്തിപരമായി എൻ്റെ ട്രേഡിംഗ് അവസ്ഥയിലേക്ക് തയ്യാറാക്കുന്നതാണ്. നിങ്ങളും പ്രയോജനപ്പെടുത്തുന്നതിൽ സന്തോഷമേ ഉള്ളൂ. എന്നാൽ പൂർണ്ണമായും റിസ്ക് നിങ്ങളുടേതാണ്. ഞാൻ നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ ഒരു സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ മാത്രം ചെയ്യുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ ലെവലുകൾ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നുന്നു എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ട്രേഡിംഗ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്തു കൊടുക്കുക. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റുകൾ നമ്മുടെ എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡുകൾ ലഭിക്കട്ടെ, നല്ല ലാഭം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്